ഹൈന്ദവ വിശ്വാസികൾക്ക് നേരെ വീണ്ടും കടന്നാക്രമണം. ഇപ്രാവശ്യം ആക്രമിച്ചിരിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. സണ്ണി എം കപ്പിക്കോടാണ് വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് സണ്ണി എം കപ്പിക്കോടിന്റെ വിവാദ പരാമർശം കേട്ടിട്ട് വരാം. അയ്യപ്പനോട് ഉണ്ടല്ലോ മഹാശക്തിയായിട്ടുള്ള അയ്യപ്പനും പിന്നെ മഹാദേവതയായിട്ടുള്ള മറ്റേ മാളികപ്പുറത്തമ്മ തൊട്ടപ്പുറത്തുമായിട്ട് പുള്ളിയുടെ പുറകിലായിരിക്കുന്നത്. പുള്ളി കണ്ട പ്രശ്നം. എന്തൊക്കെ വിചിത്രമായ ദൈവങ്ങളാ നമ്മുടെ. മാളികപ്പുറത്തമ്മ ഇടത് സൈഡിൽ പുറകിലായിരിക്കുന്നത്, ഈ പുള്ളി ഫ്രണ്ടിലേക്ക് നോക്കിയായിരിക്കും. കണ്ടുപോയാൽ അന്നേരം പുള്ളിയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യം തകർന്നു പോവുകയും പുള്ളി അക്ഷരാർത്ഥത്തിൽ ഒരു ബലാത്സംഗ വീരനായി മാറുകയും ചെയ്യുന്നതാണ് ഈ പറയണ കാര്യം. ഇത്രയും ബോധക്കേടുള്ള മനുഷ്യർക്ക് ഒരു അമ്പലമൊക്കെ പണിത് കൊടുത്താൽ കാശ് വീഴും. ഇത്രയുള്ളന്നേ, ബോധക്കേടാണത്. അപ്പൊ അതുകൊണ്ട് ജേനിയിൽ ഒരു അമ്പലം പണിയാനുള്ള ഏർപ്പാട് ചെയ്യും. കേട്ടല്ലോ, നമ്മളെല്ലാം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു മതം മാത്രമല്ല, അതായത് നാനാജാതി മതം, ജാതി മത ഭേദമന്യേ ശബരിമലയിലെ അയ്യപ്പനെ കാണാനായിട്ട് പോകുന്ന ആളുകളുടെ എണ്ണം എത്ര ആളുകളാണ് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അതായത് അവിടെ ഇരിക്കുന്ന അയ്യപ്പന്, അതായത് ശാസ്താവിന് ജാതിയില്ല, മതമില്ല, ഭാഷയില്ല, നാനാ ദിക്കുകളിൽ നിന്നും അയ്യപ്പനെ ആരാധിക്കുകയും വരികയും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോഴാണ് അത്രയും ആളുകൾ ആരാധിക്കുന്നത്, അതായത് ഭാഷ ദേശമന്യുള്ള ആളുകൾ ആരാധിക്കുന്ന നമ്മളുടെ ഹൈന്ദവ വിശ്വാസം ആരാധിക്കുന്ന അയ്യപ്പനെ മാളികപ്പുറത്തമ്മയും ചേർത്ത് സണ്ണി എം കപ്പിക്കോടും എന്നാണ് കോൺഗ്രസ്സുകാരനും അതേപോലെ ആക്ടിവിസ്റ്റും ദളിതർക്ക് വേണ്ടി സംസാരിക്കുന്ന, അവകാശവാദം ഉന്നയിക്കുന്ന ഒരു ആക്ടിവിസ്റ്റും കൂടിയായ സണ്ണി എം കപ്പിക്കോട് വളരെ രൂക്ഷകരമായ ഭാഷയിൽ മ്ലേച്ഛകരമായ രീതിയിൽ അപവാദം അല്ലെങ്കിൽ അപമാനിച്ചിരിക്കുന്നത്. അയ്യപ്പൻ എന്നത് ഒരു ബലാത്സംഗിയാണെന്നും അതുകൊണ്ടാണ് മാളികപ്പുറത്തമ്മയെ മുന്നിൽ കൊണ്ടുവന്നാൽ ബലാത്സംഗം ചെയ്യുമെന്നും മാളികപ്പുറത്തമ്മേനെ പുറകിൽ ഇരുത്തിരിക്കുന്നതുകൊണ്ട് ഇവർ രണ്ടുപേരും കാണാൻ പറ്റാത്തതുകൊണ്ടാണെന്നും ഇങ്ങനെയൊക്കെ വിഷമമുള്ള ആളുകൾക്ക് സെപ്പറേറ്റ് ഒരു അമ്പലം ഉണ്ടാക്കി കൊടുത്താൽ പോരെ എന്നുമാണ് ശബരിമല ശാസ്താവിനെയും മാളികപ്പുറത്തമ്മേനെയും വളരെ രൂക്ഷകരമായ മ്ലേച്ഛകരമായ രീതിയിൽ സണ്ണി എം കപ്പിക്കോട് അപമാനിച്ചിരിക്കുന്നത്. ഈ അപമാനിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഇപ്പോഴത്തെ വിശ്വാസികളായ, അതായത് മുഖ്യമന്ത്രിയായ വി ഡി സതീശനും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും ദേവസ്വം മന്ത്രിയായ കെ മുരളീധരൻ എല്ലാം വിശ്വാസികളാണ്. ഇവരെല്ലാവരും ശബരിമലയിൽ ഓരോ വർഷവും പോകാറുള്ള വ്യക്തികളാണ്. പക്ഷെ ഇവർക്ക് ആരും കേസ് എടുക്കാൻ തയ്യാറായിട്ടില്ല. ഈ സംഭവം നടന്നു കഴിഞ്ഞത്, അതായത് ഈ അപവാദം ഉന്നയിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ശബരിമല കർമ്മസമിതിയും BJP സംസ്ഥാന സെക്രട്ടറിയായ ശ്യാം രാജും DGPക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എന്നിട്ട് പോലും ഇവരാരും പരാതി സ്വീകരിച്ചിട്ടില്ല, കേസ് എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 2 ദിവസം മുൻപേ കോഴിക്കോട് മലപ്പുറത്ത് മാടക്കര പള്ളിയില് മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഒരു അടിപിടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ, പള്ളിക്കുള്ളിൽ അടിപിടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അത് പോലീസിനെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് അവിടെ എത്തി ആ രംഗത്തെ ശാന്തമാക്കാനായിട്ട് ലാത്തി ചാർജ് ഉപയോഗിക്കുകയും ബൂട്ടിടുകയും ചെയ്തിട്ടാണ് അകത്ത് കയറിയത്. അങ്ങനെ ബൂട്ടിട്ട് അകത്ത് കയറിയ പോലീസുകാര് ആദ്യം തന്നെ അതിനെതിരെ രംഗത്ത് വന്നത് നമ്മുടെ മുൻ CPM മന്ത്രിയുമായ അതേപോലെ ഇപ്പോഴത്തെ MLAയുമായ മുഹമ്മദ് റിയാസ് ആണ്. 10 വർഷമായിട്ട് കാണാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് 10 വർഷമായിട്ട് പള്ളികളിൽ ബൂട്ടിട്ട് കയറിയിട്ടില്ല. പക്ഷേ മുഹമ്മദ് റിയാസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. ഈ 10 വർഷത്തിൽ പള്ളിയിൽ ബൂട്ടിട്ട് കയറിയത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല. പക്ഷേ അതായത് ശബരിമലയിലെ സന്നിധാനത്ത് ബൂട്ടിട്ട് കയറിയ പോലീസുകാരുടെ കാര്യം മുഹമ്മദ് റിയാസ് എന്താ മറന്നുപോയോ? ഇല്ലെങ്കിൽ നമുക്ക് ഓർമ്മിപ്പിക്കാം. കാരണം പള്ളിയിലാണ് ബൂട്ടിട്ട് കയറാത്തത്. പക്ഷെ ആദ്യത്തെ 1ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ശബരിമല സന്നിധാനത്ത് ബൂട്ടിട്ട് പോലീസുകാർ കയറിയത്. ഒരു പോലീസുകാരൊന്നുമല്ല, അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാവരും ബൂട്ടിട്ട് കയറി നിരങ്ങിയിരിക്കുന്ന സംഭവം ഫോട്ടോസ് സഹിതം സമൂഹ മാധ്യമത്തിലും പ്രമുഖ മുഖ്യധാര മാധ്യമങ്ങളും അത് ചർച്ചയാക്കിയതാണ്, വെളിപ്പെടുത്തിയതാണ്. ഫോട്ടോസ് സഹിതം ഇപ്പോഴും അവരുടെ വെബ്സൈറ്റിലും അവരുടെ യൂട്യൂബ് ചാനലിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് 2 ദിവസം മുമ്പെയാണ് മാടക്കര പള്ളിയിൽ പോലീസ് അകത്ത് കയറി, ബൂട്ടിട്ടകത്ത് കയറി എന്ന് പറഞ്ഞ മുഹമ്മദ് റിയാസും അതേപോലെ KT ജലീൽ ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇതാണ് ലീഗുകാരുടെ നബിദിന സമ്മാനം എന്ന് പറയാം. അതായത് ഈ ബൂട്ടിട്ട് കയറി നബിദിനത്തിന്റെ അന്ന് തന്നെ കേട്ടോ, പള്ളിയിൽ എന്തോ ഒരു വിഷയം ഉണ്ടായിട്ടാണ് അവർ തമ്മിൽ ഒരു ചർച്ചാ വിഷയം വന്ന് ഉന്തും തള്ളുമായി. അപ്പോൾ Thank you.
ഒരു വലിയൊരു അപകടം ഉണ്ടായേനെ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഉന്തും തള്ളും അടിയും ബഹളവും ഒക്കെ ആയിരുന്നു. ഈ ഒരു അരക്ഷിതാവസ്ഥയെ പഴയ പോലെ ശാന്തമാക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ അവിടെ ശരിക്കും പറഞ്ഞാൽ അവർ അവരുടെ ഡ്യൂട്ടിയാണ് അവിടെ നിർവഹിച്ചത്. പക്ഷേ ബൂട്ടിട്ട് കയറിയ പോലീസുകാർക്ക് എതിരെ, അതായത് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പുറപ്പെടുവിച്ചിരിക്കുന്ന സ്ഥലം മാറ്റമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് പള്ളിയില് ബൂട്ടിട്ട് കയറിയതിന് സ്ഥലം മാറ്റമാണ് ശിക്ഷ എങ്കിൽ, ഇപ്പോൾ ഈ ഇത്രയും ആളുകൾ ആരാധിക്കുന്ന നമ്മളുടെ അയ്യപ്പനെ അപമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്, അയ്യപ്പസ്വാമി അപമാനിച്ചു കഴിഞ്ഞപ്പോഴും ഇപ്പോഴും സണ്ണിയം കപ്പിക്കോട് പുറത്താണ്. അദ്ദേഹത്തിനെതിരെ കേസില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ആയതുകൊണ്ടാണോ? എങ്ങനെയാണെങ്കിൽ ഇതേ കോൺഗ്രസ് പ്രവർത്തകനെ തന്നെ നിങ്ങൾ പണ്ടൊരിക്കൽ കടക്ക് പുറത്തുന്ന രീതിയിൽ അപമാനിച്ചു വിട്ടതും കൂടിയാണെന്ന് ഞാൻ പറയട്ടെ. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് വൈക്കത്ത് സ്ഥാനാർത്ഥിയാക്കാമെന്ന് അങ്ങോട്ട്, അതായത് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് അപ്രോച്ച് ചെയ്ത ഒരു വ്യക്തിയാണ് ഈ സണ്ണിയം കപ്പിക്കോട്. പക്ഷേ അന്നത്തെ നിയമസഭാ സ്ഥാനാർത്ഥിയുടെ പട്ടികയിൽ ഈ സണ്ണിയം കപ്പിക്കോടിന്റെ പേരും ഉണ്ടായിരുന്നു. യാദൃശികമായിട്ട് എന്താ അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് അറിയത്തില്ല. എന്ത് തന്നെയാണെങ്കിൽ അവസാന ഘട്ടത്തില് സ്ഥാനാർത്ഥിത്വം വെളിപ്പെടുത്തിയപ്പോൾ സണ്ണിയം കപ്പിക്കോട് കടക്ക് പുറത്താക്കി, അല്ലെങ്കിൽ നൈസായിട്ട് നിങ്ങൾ ഒഴിവാക്കി എന്ന് വേണം പറയാനായിട്ട്. അതിന്റെ പേരിൽ സണ്ണിയം കപ്പിക്കോട് ഒരു അവകാശവാദം ഉന്നയിച്ചത്. കാരണം ഞാനല്ല ഈ ഒരു സ്ഥാനാർത്ഥിത്വം ചോദിച്ചത്, എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് നിൽക്കാനായിട്ട് പറയുകയായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അത് കുറച്ച് വിവാദമായിട്ടുള്ള വിഷയമായിരുന്നു. പക്ഷേ അതെന്തുകൊണ്ടോ ഒത്തുതീർപ്പായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പോഴും ഇതേ സണ്ണിയം കപ്പിക്കോടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ പറ്റി പറയുവാണെങ്കിൽ അദ്ദേഹം ഭയങ്കര ഒരു ജാതീയപരമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ബുക്കുകൾ വരെ എഴുതിയിട്ടുണ്ട്, ജാതി അധിക്ഷേപത്തിനെ പറ്റി ബുക്കുകൾ വരെ എഴുതിയിട്ടുണ്ട്. കാരണം ദളിതർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്, ഒരു ശബ്ദം തന്നെയാണ്. ഇതെല്ലാം നമുക്ക് അറിയുന്ന സ്ഥിതി തന്നെ. പക്ഷേ ദളിതർക്ക് വേണ്ടി സംസാരിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം അവകാശത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു അവകാശവാദിയാണ് അദ്ദേഹം. അതേ അവകാശവാദി എന്തുകൊണ്ട് മറ്റൊരു മതത്തെ, അല്ലെങ്കിൽ മറ്റൊരു മതത്തിന്റെ വിശ്വാസത്തെ ഇങ്ങനെ ഹനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തണം. കാരണം മറ്റൊരു മതത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് അന്യമതത്തിലിരിക്കുന്ന അല്ലെങ്കിൽ അന്യമത വിശ്വാസികളെ അപമാനിക്കുന്ന രീതിയിൽ, അവരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് ആരാണ് ഇവിടെ ലൈസൻസ് കൊടുത്തത്? പ്രത്യേകിച്ച് പള്ളിയിലെ ബൂട്ടിട്ട് കയറി പോലീസുകാർക്കെതിരെ സ്ഥലമാറ്റം കൊടുത്ത് ആ പ്രശ്നം പരിഹരിച്ച് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി നേരമായിട്ട്, അതായത് 24 മണിക്കൂർ പിന്നിട്ടിട്ടും ഒരു കേസ് എടുത്തിട്ടില്ല, ഒരു അന്വേഷണം പുറപ്പെടുവിച്ചിട്ടില്ല. എന്തുകൊണ്ട്? പറയുമ്പോൾ ഇവരെല്ലാം വിശ്വാസിയാണ്, വിശ്വാസി സമൂഹത്തിന്റെ എല്ലാ പത്രസമ്മേളനത്തിലും പറയുന്നതാണ് ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണെന്ന് വളരെ അഭിമാനത്തോട് സംസാരിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ പോലും ഇതിനെതിരെ ഒരു സംസാരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം 2018-19 ഇനിയും ആവർത്തിക്കപ്പെടുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാനില്ല. കാരണം നമുക്കറിയാം 2018-19 കാലഘട്ടത്തിൽ ശബരിമലയിൽ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് പ്രവേശിക്കാം എന്നൊരു വിധി വന്നിട്ടുണ്ടായിരുന്നു. ആ വിധിനെ സ്വാഗതം ചെയ്യുകയായിരുന്നു അന്നത്തെ ആദ്യത്തെ LDF സർക്കാർ ചെയ്തിരുന്നത്. അതിനോടനുബന്ധിച്ചാണ് സന്നിധാനത്ത് ബൂട്ടിട്ട് കയറിയ സംഭവം. അതായത് ശബരിമലയില് അയ്യപ്പ ഭക്തർക്ക് വിശ്രമിക്കാനിരിക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളം ഒഴിച്ച് അവരെ വിശ്രമിക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ നരകിച്ച് നരകതുല്യമാക്കിയ അന്നത്തെ LDF സർക്കാരിന്റെ അതേ പാത ഇപ്പോഴും പിന്തുടരുകയാണോ എന്നാണ് നമുക്കിനി ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് സണ്ണിയം കപ്പിക്കോടിനെതിരെ കേസ് എടുക്കുന്നില്ല? എന്തുകൊണ്ട് ഹൈന്ദവ വിശ്വാസികളെ ഹനിച്ച ഈ ഒരു മനുഷ്യനെതിരെ നിങ്ങൾ പരാതി എടുക്കുന്നില്ല? നിങ്ങൾ അദ്ദേഹത്തിന്റെ സംസാരിക്കുന്ന പോലുമില്ല. അതേസമയം പള്ളിയിൽ ബൂട്ടിട്ട് കയറിയതിൽ സംസാരിക്കാൻ ആളുകളുണ്ട്. കാരണം ഇതൊക്കെയാണോ വൺ സൈഡ് മതേതരത്വം എന്നാണ് നമുക്ക് ചോദിക്കുന്നത്. 24 മണിക്കൂർ പിന്നിട്ടിട്ടും ഇതിനെതിരെ സംസാര വിഷയം പോലും ഉണ്ടായിട്ടില്ല. ഇതൊരു ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും നാളും ശബരിമലയെ ടാർഗറ്റ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ അയ്യപ്പനെ ടാർഗറ്റ് ചെയ്തിരുന്ന, അയ്യപ്പ സ്വാമിയെ ടാർഗറ്റ് ചെയ്തിരുന്ന ഒരേ ഒരു വ്യക്തികളുണ്ടെങ്കിൽ അത് CPM അനുഭാവികളായിരുന്നു, CPM പ്രവർത്തകരായിരുന്നു. കാരണം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പല MLA മാരും CPM നേതാക്കന്മാരും എല്ലാവരും വളരെ മോശകരമായ രീതിയിലാണ് ഹൈന്ദവ വിശ്വാസികളെയും ഹൈന്ദവ വിശ്വാസികളായ സ്ത്രീകളെയും അപമാനിച്ചിരിക്കുന്നത്. അതിന്റെ മുൻപന്തിയിരുന്ന വ്യക്തി തന്നെയാണ് PK ശ്രീമതി എന്ന് പറഞ്ഞ ഒരു CPM പ്രവർത്തകയും, അതേപോലെ ഗണപതി മിത്താണെന്ന് പറഞ്ഞ ഷംസീറും എല്ലാം നമുക്ക് ഉദാഹരണങ്ങൾ തന്നെയാണ്. ഇനി അവരുടെ കൂട്ടത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകനായ സണ്ണിയം കപ്പിക്കോടിന്റെ പേരും കൂടി നമ്മൾ ചേർത്ത് വയ്ക്കുകയാണ്. ഇത്രയും നാളായിട്ട് നമുക്കറിയാം ഇവിടെ കേരളത്തില് ഇവരെല്ലാം ഒറ്റക്കെട്ടാണ് നമുക്കറിയാം. ഈ ഒറ്റ
ഒറ്റക്കെട്ടായ ഇവരെല്ലാവരും ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടല്ല ഒന്നാണെന്ന്. അല്ലെങ്കിൽ ഇവർ എന്തുകൊണ്ട് CPM-ന്റെ അതേ പാത പിന്തുടരുന്നു? കാരണം മാറ്റം എല്ലാത്തിനും അനിവാര്യമായതുകൊണ്ടാണ് 10 വർഷം ഭരിച്ച ഇവരോട് കടക്ക് പുറത്തുനിന്ന് കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞ് കോൺഗ്രസിനെ അധികാരത്തിൽ ഏറ്റിരിക്കുന്നത്. അതേ കോൺഗ്രസ് അധികാരത്തിലേറി കഴിഞ്ഞപ്പോൾ അതേ ഹൈന്ദവ വിശ്വാസികളുടെ നെഞ്ചത്ത് ആണിയടിക്കാനുള്ള ശ്രമമാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു 5 വർഷം ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ അപ്പോഴും നിങ്ങളെയും ഇവർ കടക്ക് പുറത്തുനിന്നാക്കാൻ ജനങ്ങൾക്ക് അധികം സമയമൊന്നും വേണ്ട. കാരണം ജനങ്ങളും ആലോചിച്ച് ഓർത്ത് വെക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ പള്ളിയിൽ കയറി പൂട്ടിട്ട് കയറിയ ആളുകൾക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ച നിങ്ങൾ എന്തുകൊണ്ട് 24 മണിക്കൂറായിട്ടും സണ്ണിയും കപ്പിക്കോടിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല? ചോദ്യമാണ്. ഇനി അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം ജാൻമണിയുടെ കേസ് തന്നെ ഇവിടെയുള്ള എല്ലാവരും കണ്ടതാണ്. ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക്ഷേപിച്ചതിന് 1 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തത്. അതുപോലെ സണ്ണിയും കപ്പിക്കോടിനെ നീട്ടി വയ്ക്കാനാണ് ശ്രമമെങ്കിൽ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഇവിടെയുള്ള ഹൈന്ദവ സംഘടനകൾ രംഗത്തിറങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും ഇനി ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അതായത് നമ്മുടെ മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയും ഇതിൽ എന്താണ് നിലപാടെടുക്കുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം.